ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളിന്ന് ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ കാലിയാക്കി, ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാലിയാക്കി. നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളിവിടുന്ന് പാർസൽ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു, പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആക്കി വെച്ചു. അതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. പിന്നെ രാവിലെ തന്നെ പുറപ്പെടാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് സെറ്റായതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച്. എങ്ങനെയായാലും ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പോയി. എന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ജബൽപൂരിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഒരു ഏകദേശം 1 മണിയായി. നല്ല വെയിലാണ്. വെയിലിന് മുന്നേ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ മിലിറ്ററി ഏരിയയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയല്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് എന്നതിന് ശേഷം പോകാമെന്നാണ് വിചാരിക്കുന്നത്. എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു പോകുന്നത്. അയ്യോ, നമ്മുടെ മെഡിക്കൽ ഷോപ്പ് അതാ, നമ്മുടെ ആ ഷോപ്പ് അതാ, ഈ ഷോപ്പ് അതാ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ കാര്യത്തിന് പോകുന്ന സ്ഥലങ്ങൾ ഇതാണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂളറിൻ്റെ ഏരിയയാണ്. കൂളറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമ്മൾ അങ്ങനെയുള്ള ബോക്സുകൾ, കാര്യങ്ങൾ, കൂളറുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഏരിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം പോയതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. എന്നതിന് ശേഷം നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും വെയിലത്തായിരുന്നല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ എങ്ങനെയായാലും മക്കളെന്തായാലും ഉറങ്ങും കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പോവുകയാണെങ്കിൽ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ബാക്കിൽ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉറങ്ങാനായിട്ട്. ബെഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു നമ്മൾ കയറിയത്. അപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടായിരുന്നു. അവിടെ നമ്മുടെ പഴയ രീതിക്കുള്ള ഓലമേഞ്ഞ മാതിരിയുള്ള ഒരു ഷെഡ്, അല്ലാണ്ട് ഉള്ളിലും വേറെയും ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ വാങ്ങിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു നല്ലോണം. അപ്പോൾ കഴിച്ച് എന്നതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. നമുക്ക് രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് എവിടെയെങ്കിലും അല്ല, നമ്മൾ കറക്റ്റ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മോർണിംഗിലേക്ക് പിന്നെ യാത്ര തുടങ്ങാമെന്നുള്ള രീതിക്കാണ് പോയത്. അപ്പോൾ ലസ്സിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലസ്സിയൊക്കെ ഋഷിക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. കാരണം നല്ല ചൂടല്ലേ, അപ്പോൾ ആ ചൂടിനൊരു തണുപ്പൊക്കെ കുടിക്കുമ്പോൾ ചൂട് കൊണ്ട് ചൊറിയായിരുന്നു മോൻ. കാരണം വേർക്കും, നല്ല വേർപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ, മക്കൾ ബാക്കിൽ കിടന്ന് ഉറങ്ങിക്കോളും. കണ്ടില്ലേ, അവർ ഉറങ്ങിയില്ല, കുറച്ച് ദൂരം വരെ അവർ കളിക്കുകയായിരുന്നു. ബാക്കിൽ നമ്മൾ നല്ല സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് 2 ആൾക്കും കിടക്കാനുള്ള രീതിക്ക് ഫുള്ളൊരു ബെഡ് മാതിരിയാക്കി സെറ്റ് ചെയ്തു. എന്നിട്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ബാക്കിലോട്ടേക്ക് ചാരിയിരിക്കണമെങ്കിൽ അതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബൈ റോഡ് പോകുന്ന സമയത്ത് ചെയ്യുക. കാരണം മക്കൾ എത്ര നേരം എന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് ബുദ്ധിമുട്ടല്ലേ അവർക്ക്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് പിള്ളേർ അവർ കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച്. കാരണം റോഡിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറക്കം വരാണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടലും ഡാൻസൊക്കെ. അപ്പോൾ അങ്ങനെ അവർ ബാക്കിൽ നിന്ന് നല്ല കളിയായിരുന്നു. എന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ പോയി. റോഡിൽ നല്ല കാലിയായിരുന്നു റോഡ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അധികം സ്പീഡിലൊന്നും ആയിരുന്നില്ല പോയത്. അപ്പോൾ ഇവനിങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ നിർത്തുന്നത് സേഫ് അല്ല എന്നറിയാം. നിർത്തുന്നതല്ല, അവൻ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവനങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ പോവുകയും ചെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ബാക്കിൽ നല്ല കളിയായിരുന്നു 2 ആളും. എന്നതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് 2 പേരും ഉറങ്ങിയത്.
അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. നല്ല വിജനമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെയൊക്കെ. എന്ന് പറഞ്ഞാൽ ചില ഏരിയകളൊക്കെ തീരെ ഒന്നും ഷോപ്പോ കാര്യങ്ങളോ ഒന്നും കാണില്ല. നമ്മുടെ നാട്ടിലല്ലേ നമുക്ക് സ്ഥലത്തിൻ്റെ റോഡിനൊക്കെ ആയാലും സ്ഥലത്തിനൊക്കെ സ്ഥലമൊന്നും ഇല്ലാത്തൊരു പ്രശ്നം വരും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്, വയലുകളാണ്, കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ട്രക്കിന് പ്രത്യേകം ഒരു ട്രാക്ക് കൊടുക്കും, അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ട്രാക്കൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം പതുക്കെയല്ല, എന്നുവെച്ചാൽ ഓവർ സ്പീഡല്ല, തീരെ കാലിയായിരുന്നു റോഡ്. ഇവിടെയൊക്കെ കാലിയായിരുന്നു റോഡിലെ ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിലും, വൈകുന്നേരമല്ല, ഒരുപാട് ലേറ്റ് ആവാണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ, നമുക്കത് നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്ത് കുറച്ചധികം നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അതിനിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിർത്തി ഒന്ന് ഫ്രഷ് ആകാൻ മീൻസ് ഒന്ന് വാട്ടറൊക്കെ കുടിച്ച്, അവിടെ ചായക്കട ഉണ്ടായിരുന്നു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെയും യാത്ര തുടങ്ങി. സന്ധ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ പോകുന്ന കാണുമ്പോൾ വിചാരിക്കും ഓരോ വണ്ടിയിലൊക്കെ, ട്രക്കിലൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ വണ്ടിയിലൊക്കെ നിന്നിട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് ആലോചിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി. എന്നതിന് ശേഷം നമ്മൾ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ, അതേപോലെ തന്നെ ഒരുപാട് ലേറ്റ് ആവാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു അവിടെ. എന്താ പറയുക, ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് ഋഷിയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് വിചാരിച്ചത്, കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാമല്ലോ എന്നുള്ള രീതിക്ക്. പിന്നെ നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ എടുത്ത് കിടന്നു. രാവിലെ എഴുന്നേറ്റു. നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. പക്ഷേ നമ്മൾ എവിടെ എത്തിയെന്നുള്ളതെന്ന് വെച്ചാൽ, എവിടെ എത്തി അവിടെ നിന്നാണ് നമ്മൾ പിന്നെയും പിറ്റേ ദിവസം യാത്ര തുടങ്ങിയെന്നല്ലേ. നമ്മുടെ കുംഭമേള നടന്നിട്ടുള്ള പ്രയാഗ്രാജിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ആ സമയത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഭക്തി കാരണമൊന്നുമല്ല, നമുക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് പിടിച്ച സമയമായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.